ഹലോ ഗൈസ്, അങ്ങനെ ഒരു ചെറിയ ഗ്യാപ്പിന് ശേഷം ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് റൈസ് വെച്ചിട്ടുള്ള ഒരു സംഭവമാണ്. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് തുടങ്ങിയാലോ. അപ്പം ആദ്യം തന്നെ ഒരു പാൻ വെക്കുക. അതിലേക്ക് 1/2 ടേബിൾ സ്പൂണ് ഗീ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 1/4 ടീസ്പൂണ് കടുകും കൂടെ ചേർക്കുക. അപ്പോൾ കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കുണ്ടല്ലോ ഞാൻ ഈ കാണിച്ചിരിക്കുന്ന സംഭവങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. അതായത് കടലപ്പരിപ്പ്, ഉഴുന്ന്, പിന്നെ കപ്പലണ്ടി. അപ്പം ഇതും കൂടെ ചേർത്ത് ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇത് ഒന്ന് റോസ്റ്റ് ചെയ്യുക. അപ്പം റോസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഫ്ലെയിം ലോയിൽ വെക്കുക, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും കേട്ടോ. പിന്നെ ഇത് ഓപ്ഷണലാണ്, കശുവണ്ടി. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കശുവണ്ടി കൂടെ ചേർക്കാം. പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ടത് ഒരു പച്ചമുളകും 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പില, ഇത്രയും കൂടെ ചേർത്തിട്ട് വീണ്ടും ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തിൽ ആഡ് ചെയ്യേണ്ട മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ തേങ്ങ ചിരകിയതാണ്. അപ്പം ഞാനിവിടെ 1/2 കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇതും കൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുകയേ ചെയ്യാവൂ. അപ്പോൾ ഇതെല്ലാം ചെയ്യുമ്പോൾ ഫ്ലെയിം എപ്പോഴും ലോയിൽ വെക്കുക. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കുക. അങ്ങനെ ഇതെല്ലാം കൂടി നന്നായി മിക്സായി കഴിയുമ്പോഴത്തേക്ക് ഞാനിവിടെ കുറച്ച് റൈസ് കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. ഇത് ഏകദേശം 1 കപ്പിന് കുറച്ച് കൂടുതലുണ്ട്. അതങ്ങോട്ട് ആഡ് ചെയ്യുക. വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പം ഇത് ഓൾറെഡി ഞാൻ ഈ കുക്ക് ചെയ്ത റൈസിൽ ഉപ്പ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ആഡ് ചെയ്തപ്പോഴും അതനുസരിച്ചിട്ടാണ് ഞാൻ ഉപ്പ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ അത് മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അപ്പം ഞാനിവിടെ ചെയ്തിരിക്കുന്നത് 2 പേർക്ക് സെർവ് ചെയ്യാനുള്ള ക്വാണ്ടിറ്റിയാണേ. സോ നമ്മുടെ കോക്കനട്ട് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ വീട്ടിൽ ഇഷ്ടംപോലെ തേങ്ങയൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് ഫ്രഷ് തേങ്ങയും കൂടെ ചിരകിയത് ലാസ്റ്റിലൊന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യുക. തേങ്ങയ്ക്കൊക്കെ നല്ല വിലയാണ്, അപ്പോൾ നോക്കി കണ്ടൊക്കെ ഉപയോഗിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ ഇതിൽ കുറച്ച് ലെമൺ ജ്യൂസും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഒക്കെ ആദ്യം ഇട്ട് കഴിഞ്ഞാൽ ഇത് ലെമൺ റൈസ് ആണേ. വ്യത്യാസമൊന്നുമില്ല. പക്ഷേ കോക്കനട്ട് റൈസ് അതിൻ്റേതായ ഒരു ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.